ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമുക്ക് പൊട്ടറ്റോ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 പൊട്ടറ്റോ, 1 സവാള, 2 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഞാനിവിടെ വളരെ തിന്നായി അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലിട്ട് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൽ കറുപ്പ് കളർ വീഴാതിരിക്കാനാണ്. എന്നിട്ട് നമുക്കിവിടെ ഒരു പാൻ വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് പൊട്ടിക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സവാള, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റി കൊടുക്കണം. സവാള അധികം വഴരണ്ട. നമ്മൾ ബീഫിനോ ചിക്കനോ ഒക്കെ എടുക്കുന്ന പോലെ അധികം വഴരേണ്ട ആവശ്യമില്ല. എന്നാൽ ഒന്ന് ഒരു റെഡ് കളറായി കിട്ടണം. സവാള ഏകദേശം വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് സവാള നന്നായി വഴന്ന് കിട്ടാനായി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിനി ഇവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കിഴങ്ങ് വേവിക്കാനായി. കിഴങ്ങ് അടച്ചു വെച്ച് വെളിച്ചെണ്ണയിൽ കടന്ന് തന്നെയാണ് വേകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഉപ്പ് ആവശ്യത്തിന് വേണ്ടത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് കിടന്ന് നന്നായി വഴരണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ, നല്ല ഒരു മണം കിട്ടും നമ്മുടെ കറിക്ക്. നാടൻ കറിവേപ്പില ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നവർക്ക് അത് ചേർത്താലും മതി. കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഏകദേശം വഴന്ന് വരുന്നുണ്ട്. അധികം മൊരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാനിവിടെ അധികം പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല എന്നിവ മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല, ഏത് പൊടികൾ ചേർത്താലും അത് ഓരോന്നായി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അടുത്ത പൊടി ചേർക്കാൻ മറക്കരുത്. ചില ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പൊടികളെല്ലാം കൂടെ ഒരുമിച്ചൊരു പാത്രത്തിൽ എടുത്ത് വിട്ട് ഒന്നിച്ചിടുന്നത്. ഓരോ പൊടികൾക്കും ഓരോ മൂക്കിന് ഓരോ സമയമുണ്ട്. മുളക് പൊടിയൊക്കെ പെട്ടെന്ന് ഇട്ട വശം തന്നെ കരിഞ്ഞു പോകുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. മീറ്റ് മസാല കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴന്ന് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം മാത്രം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ അത്രയും ചേർത്ത് കൊടുത്തു. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 1/4 ടീസ്പൂണേ ചേർക്കാവൂ. അതല്ല മുളക് പൊടി വേണ്ട എന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ നല്ല കളറും കിട്ടും, അധികം എരിവും ഉണ്ടാവില്ല. മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം പൂർണ്ണമായും മാറണം. എന്ന് വെച്ച് പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. തീ ഏറ്റവും കുറച്ചിട്ട ശേഷം വേണം പൊടികളിട്ട് വഴറ്റി കൊടുക്കുവാനായി. നമ്മുടെ പൊടികളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ കൂടെ ചേർത്ത് കൊടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എടുത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ തിന്നായാണ് അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും. നിങ്ങളും പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ തിന്നായി അരിയാൻ ശ്രദ്ധിക്കുക. പൊട്ടറ്റോ എല്ലാം തന്നെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയും അടച്ചു വെച്ച് വേവിക്കുന്ന ആവിയും ഒക്കെ കൊണ്ടാണ് പൊട്ടറ്റോ വെന്ത് കിട്ടുന്നത്. പൊട്ടറ്റോ വേഗം തന്നെ വെന്ത് കിട്ടിക്കോളും. കാരണം നമ്മളത് വളരെ നൈസായാണല്ലോ അരിഞ്ഞേക്കുന്നത്. നന്നായി ഇളക്കുക. ഇളക്കി നമുക്ക് മൂടി വെച്ച് വേണം ഇത് വേവിക്കാനായിട്ട്.
അരപ്പ് ഭാഗമുണ്ടല്ലോ, നമ്മളുടെ ആ ഇളക്കുന്ന ആ ഒരു സ്പൂണിൽ പറ്റുന്ന ഭാഗം ഒന്ന് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് കുറവാണെന്ന് കണ്ടാൽ കുറച്ച് ഉപ്പ് കൂടെ വിതറിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാനൊരു 5 തൊട്ട് 7 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. എന്നാലും നമ്മൾ 5 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല. ഞാൻ വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശമായി വന്നിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കണം. വേവും ഉപ്പും ഒക്കെ ആ സമയത്ത് അറിയാം. വേവ് കുറവാണെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പ് കൂടി എടുത്ത് മുകളിൽ കൂടി ഒന്ന് വിതറി കഴിഞ്ഞാൽ അത് അതിലേക്ക് അരിഞ്ഞ് ഉപ്പ് കറക്റ്റ് പാകമായിക്കോളും. എൻ്റെ ഉപ്പൊക്കെ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി, നന്നായി വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് അടച്ചു വെക്കുകയാണ്. എനിക്ക് ഇത്രയും വെന്താൽ മതി. എൻ്റെ കറി പാകമായിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. കറി വെന്ത് അടച്ചു വെച്ച ശേഷം ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. കാരണം അപ്പോൾ നമ്മളുടെ കറി അവിടെ ഇരുന്ന് വെന്ത് എല്ലാം അലിഞ്ഞ് ചേരും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. നന്ദി.